ഹായ്, എസ് വി അരുളിലാണ്. മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ ഫലം ഇന്ന് വൈകുന്നേരം വരാൻ പോകുന്നു. ആരാണ് കേരളം ഭരിക്കുന്നത്? നിങ്ങൾക്ക് സംശയമുണ്ടോ ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച്? മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ ഫലം എന്തായിരിക്കും എന്നുള്ള കാര്യം 2021 എക്സിറ്റ് പോൾ സർവേ ഫലം നമ്മൾ കണ്ടതാണ്. 2016 എക്സിറ്റ് പോൾ സർവേ ഫലവും നമ്മൾ കണ്ടതാണ്. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പുതുമയായിട്ട് ഈ 2026 എക്സിറ്റ് പോൾ ഫലം വരുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇനി മനോരമയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞുതരാം. മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ പ്രകാരം 80 സീറ്റോടുകൂടി അല്ലെങ്കിൽ 85 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ 26ഓളം പേരെ MLA മാരെ തോൽപ്പിച്ചതാണ്. അതിൽ മണിയാശാൻ ഉൾപ്പെടുന്നുണ്ട്, അതിൽ നമ്മുടെ ബേപ്പൂർ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ പല പ്രമുഖരെയും തോൽപ്പിച്ച മനോരമ ഇക്കുറി 2026 ഇതാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് വരുമ്പോൾ നിങ്ങൾക്കതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടാകുന്നുണ്ടോ? പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം ആകാംക്ഷയുണ്ട്. എല്ലാ തവണയും അവരുടെ ബൂസ്റ്റർ ഡോസാണ് മനോരമ എന്ന് പറയുന്നത്. തകർന്നു നിൽക്കുന്ന സമയത്ത് മനോരമയാണ് കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യുന്നത്? കുറച്ചെങ്കിലും ഊർജം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഊർജം കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്നേ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യത്താകമാനം എന്ത് സംഭവിച്ചോ അതുപോലെ കേരളത്തിൽ സംഭവിച്ചേനെ. ഇവിടെ മനോരമ ഉള്ളതുകൊണ്ട് വീക്ഷണം പത്രത്തിനോ ജയ്ഹിന്ദ് TVക്കോ ഒരു റോളും ഇല്ല. മനോരമ ചാനലുകൾ അവരെ അടപടലം പർച്ചേസ് ചെയ്തെടുത്ത് വെച്ചിട്ട് തെലുങ്കാനയിൽ നിന്ന് വരെ മനോരമ ഈ ചെയ്തു തരുന്ന സേവനത്തിന് മനോരമയ്ക്ക് അങ്ങോട്ട് കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്ന് വരെ കോടിക്കണക്കിന് രൂപ മാമൻ മാപ്പിളയുടെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനോരമയുടെ സർവേ ഫലം എന്താകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെലുങ്കാനയുടെ ഒരു സ്ത്രീ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പരസ്യം മനോരമയുടെ ഫ്രണ്ട് ഷീറ്റിലും മാതൃഭൂമിയുടെ ഫ്രണ്ട് ഷീറ്റിലും അച്ചടിച്ച് വന്നത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ അതറിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ തെലുങ്കാനയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയെ സംബന്ധിച്ച് മനോരമ പരസ്യം എന്തിനായിരിക്കണം? അപ്പോൾ അങ്ങനെ പരസ്യമൊക്കെ തെലുങ്കാനയിൽ നിന്ന് വരുത്തി മനോരമയ്ക്ക് താലത്തി കൊടുത്ത് ഒരു കവർ ഷീറ്റ്, നിങ്ങൾ ആലോചിക്കുക, ഫ്രണ്ട് ഷീറ്റിൽ പരസ്യം കൊടുക്കണമെങ്കിൽ 2 കോടി രൂപയാണ്. അങ്ങനെ മനോരമയ്ക്ക് പരസ്യത്തിലൂടെ കുടുംബത്തിലെത്തിച്ചു കൊടുത്ത 2 കോടി രൂപ എന്തിനു വേണ്ടിയായിരിക്കും? ആരെ സഹായിക്കാനായിരിക്കും? കേരളത്തിലെ വേറെ ഒരു പത്രങ്ങൾക്കല്ല, മാതൃഭൂമിക്കും മനോരമയ്ക്കും മാത്രമാണ് അങ്ങനെ കോൺഗ്രസ് തെലുങ്കാന സർക്കാരിൻ്റെ നികുതിപ്പണമെടുത്ത് മാമൻ മാപ്പിളയുടെ കുടുംബത്തിലെത്തിച്ചു കൊടുത്തത്. ആ കുടുംബത്തിലെത്തിച്ചു കൊടുത്തവർ ഇന്ന് നടത്താൻ പോകുന്ന സർവേയുടെ റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾക്കൊരു ആശങ്കയില്ല. മനോരമക്കാർക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വൈകുന്നേരം വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇപ്പം തന്നെ എടുത്ത് അങ്ങ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാര്യം മനോരമയിലോട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കാൻ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ 2021 ഇലക്ഷന് ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നിന്ന് വിജയിച്ചു പോയതാണ്. MLA അല്ലേ ഇപ്പോഴും, നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ബേപ്പൂരിൽ നിന്ന് തോറ്റ് തുന്നമ്പാടി പോയ നമ്മുടെ PA മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ ഉടുമ്പൻചോലയിൽ നിന്ന് മണിയാശാൻ തോറ്റ് തുന്നമ്പാടി പോയി. അതുപോലെ നമ്മുടെ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. V അബ്ദുറഹ്മാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ 22ഓളം കാൻഡിഡേറ്റ് തോൽപ്പിച്ച അതേ മനോരമയുടെ ഇത്തവണത്തെ സർവേ ഇത് കിടുക്കുമെന്ന് പറഞ്ഞാൽ മനോരമക്കാർ മാത്രം, അല്ലെങ്കിൽ മാമൻ മാപ്പിളയുടെ കുടുംബക്കാർ മാത്രം അതുകൊണ്ട് കിടിക്കിയാൽ മതി. കാര്യം ഇപ്പോൾ മനോരമയുടെ റേറ്റിങ്ങിനെ സംബന്ധിച്ച് അവർ ആശങ്കപ്പെടാതെ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഉൾപ്പെടെ അവരുടെയൊക്കെ വ്യൂവർഷിപ്പ് വളരെ മോശമായിട്ടുണ്ട്. പക്ഷേ അവർ ആ സന്ദർഭത്തിലും പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഖജനാവിലെ പണം പഴയതുപോലെ മനോരമ കുടുംബത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്നുള്ള ആ പ്രതീക്ഷയും അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഈ ഒരു സർവേ തന്ത്രം നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിക്കുകയാണ്.